ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞു അകത്ത് ഉള്ള പുത്രൻ അല്ലേ, പിതാവിൻ്റെ കൂടെ അകത്ത് എപ്പോഴും പിതാവിൻ്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞിരുന്ന പുത്രന് പുത്ര അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചില്ല. മറിച്ച് അവനൊരാരായിട്ടാണ് അവനവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്? ഒരു ദാസനായിട്ട് ജീവിക്കുകയായിരുന്നു. അത് സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? അവനൊരു ദാസനായിരുന്നു. എന്നാൽ പുറത്തുള്ള പുത്രനാകട്ടെ, അവന് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന്, ദാസനായിട്ടല്ല തിരിച്ചു വന്നത്, അവൻ പുത്രനായിട്ട് തന്നെ സ്വീകരിക്കപ്പെടുകയും അവനൊരു പുത്രത്വ അനുഭവത്തിൽ അവൻ ജീവിക്കുകയും ചെയ്യും. അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ തിരുവചനത്തിൽ ഇന്ന് നമ്മൾ കാണുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. പറഞ്ഞേ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:17. ബൈബിളുള്ളവർ ബൈബിൾ എടുത്തു, അല്ലേ അവിടെ നോക്കിക്കോ, കുഴപ്പമില്ല. ഇങ്ങനെ പറയാം, യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. യേശു എന്താ പറഞ്ഞത്? നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്നിട്ടോ, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് എന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് പറയുക. ഹല്ലേലൂയ. ഇതിനകത്ത് ഈ വചനം മുഴുവൻ നമുക്ക് ഒത്തിരി ധ്യാനിക്കാനുള്ള വചനമാണ്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതിതാണ്, യേശു എന്താ പറയുന്നത്? യേശു മറിയത്തോട് പറയുകയാണ്, അതിരാവിലെ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ഈശോയുടെ കല്ലറയ്ക്കലേക്ക് വളരെ ദുഃഖത്തോടെ സങ്കടത്തോടെ ഓടി വന്നിട്ട് ഈശോയുടെ ആ കല്ലറയ്ക്കൽ, ഈശോയുടെ കബറിടത്തെങ്കിലിരിക്കുന്ന ആ പെൺകുട്ടിക്ക് ഈശോയെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുകയും, അപ്പോൾ ഈശോയെ കണ്ടുമുട്ടുന്ന സമയത്ത്, അവളെ കണ്ടുമുട്ടുന്ന സമയത്ത്, അവൾ ഈശോയെ കണ്ടുമുട്ടുന്ന സമയത്ത് ഈശോ അവൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? ഒറ്റ സന്ദേശം, ഒരു ശക്തമായൊരു സന്ദേശമുണ്ട്. അതെന്താണെന്നറിയാവോ? നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. ഉറക്കെ പറഞ്ഞേ, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്താ ഈശോ അങ്ങനെ പറഞ്ഞത്? അല്ലേ, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയതാണ്, പിതാവിൻ്റെ അടുത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ, അല്ലെങ്കിൽ പിതാവുമായുള്ള നമ്മുടെ ആ ഗാഢമായ ബന്ധത്തിൽ, പിതാവും പുത്രിയും എന്നുള്ള നല്ല നിലപാടിലുള്ള ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഹല്ലേലൂയ. അതല്ലേ പറയുന്നത്? നീ എന്നെ ആ സ്ത്രീ ഈശോയുടെ അടുത്ത് ചെന്നിരിക്കുക. അപ്പോൾ ഈശോ പറയാണ്, എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി, ഇനി നിന്നോട് സംസാരിക്കാനൊന്നും എനിക്ക് സമയമില്ല. അവിടെ ഈശോയുടെ ഹൃദയത്തിൽ എന്താണ് മുഴുവനുള്ളത്? പിതാവിൻ്റെ അടുത്തേക്ക് പോകണം. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നല്ലൊരു മനുഷ്യനായിട്ട്, നല്ലൊരു വ്യക്തിയായിട്ട്, നല്ല ദൈവാനുഭവമുള്ള, ദൈവവിശ്വാസമുള്ള, ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ജീവിക്കുന്നതിന്, ദൈവത്തെ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് ചിലപ്പം നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരായിരിക്കും. ഉണ്ടോ? മറിയം എന്ത് ചെയ്യുവാണ്? മഗ്ദലന മറിയം എന്ത് ചെയ്യുവാണ്? ഈശോയെ ഒത്തിരി സ്നേഹിക്കുക. അതുകൊണ്ടല്ലേ എല്ലാവരും ഈശോയുടെ കബറിടത്തെങ്കിൽ നിന്ന് പോയി കഴിഞ്ഞു, അവൾ വീണ്ടും അവളുടെ ചിന്ത ആരെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ചാണ്. അവൾ പ്രഭാതമാകുന്നതിന് മുൻപേ, വെളിച്ചം വരുന്നതിന് മുൻപേ അവൾ ആരെ തേടിയാണ് വരുന്നത്? അവൾ ഈശോയെ തേടി വരിക. അങ്ങനെ ഈശോയെ തേടി വരണമെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഈശോയുടെ എന്തോരു സ്നേഹമാണ്. അപ്പം ഞാനിത് വായിച്ചു പാർക്കുവാണ്, ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം തന്നെ ദൈവത്തെ കണ്ടെത്തുന്നതിന് തടസ്സമാകാം. ശരിയല്ലേ? ശരിയാണോ? അതെ, അതും നമ്മൾ കണ്ടെത്തണം. നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ആകാം, ജീവിത പങ്കാളിയുടേതാകാം. അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓർക്കുമായിരുന്നു, ഇന്ന് സിബിനച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ടോ? നിൻ്റെ ഹൃദയം എവിടെയാണ്? അല്ലേ? അതിങ്ങനെ ഇടിമിന്നൽ പോലെ എൻ്റെ മനസ്സിലിങ്ങനെ വന്ന് തറയുന്നത് പോലെ എനിക്ക് തോന്നി. നിൻ്റെ ഹൃദയം എവിടെയാണ്? അപ്പം ഞാൻ എന്നെ ചോദിച്ചു, എൻ്റെ ഹൃദയം എവിടെയാണ്? എൻ്റെ കയ്യിലാണോ? അത് വേറെ വല്ലവർക്കും കൊടുത്തോ? ഇതെവിടെയാണ് വെച്ചിരിക്കുന്നത്? ഇതെവിടെയാണ് ഉള്ളത്? ഈ ഹൃദയം എവിടെയാണ് ഉള്ളത്? അപ്പം പിതാവിനാണ് നമ്മുടെ ഹൃദയമെങ്കിൽ
ഒന്നിനും, ആരുടെയും സ്നേഹത്തിനോ ആരുമായിട്ടുള്ള ബന്ധങ്ങൾക്കോ ഒന്നിനും നമ്മളെ ഈ പിതൃ അനുഭവത്തിൽ നിന്ന്, ആബാ അനുഭവത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പാടില്ല. ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് നിൻ്റെ അടുത്ത് നിൽക്കാനല്ല. എൻ്റെ സമയമായി, ഞാൻ എങ്ങോട്ട് പോകുക? എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോവുക. നീ എന്നെ തടയരുത്. അപ്പം ദൈവത്തോടൊത്തുള്ള ജീവിതത്തിന്, ദൈവത്തിൽ എത്തിച്ചേരാനുള്ള നമ്മുടെ ജീവിതത്തിന്, ദൈവത്തെ ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ചിലപ്പോൾ ഈശോ അവളോട് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സ്ത്രീ ആകാം, ഏതെങ്കിലും ഒരു പുരുഷനാകാം, ചിലപ്പോൾ സമ്പത്താകാം, ചിലപ്പോൾ നമ്മുടെ കഴിവുകളാകാം, നമ്മുടെ സാഹചര്യങ്ങളാകാം. അപ്പം എന്തിനോടും ഏതിനോടും ചങ്കൂറ്റത്തോടെ ഈശോ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റണം, നീ എന്നെ തടഞ്ഞു നിർത്തരുത്. ഇതൊക്കെ എനിക്ക് തടസ്സമാണ്. എന്തിനു തടസ്സം? എന്തിനാ തടസ്സം? പിതാവിങ്കിലേക്ക് മനസ്സുയർത്തുന്നതിന്, എൻ്റെ പിതാവിന് എൻ്റെ ഹൃദയം പൂർണ്ണമായിട്ട് കൊടുക്കുന്നതിന്, അതിനോട് കണക്റ്റഡായിട്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ മാത്യുച്ചൻ്റെ ക്ലാസ്സും വന്നത്. അച്ഛൻ എന്താ പറഞ്ഞത്? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. ആ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എത്രമാത്രം ആഴമുള്ള അർത്ഥമുള്ള കാര്യങ്ങളാണ് എന്ന് അച്ഛൻ നമ്പറിട്ട് പറഞ്ഞു തരികയുണ്ടായി. പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡായിട്ട് വരികയാണ് പ്രിയപ്പെട്ടവരെ. ഇത് കണ്ടോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 28 മുതലുള്ള ഒരു തിരുവചനമുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇന്നലെ സിസ്റ്റർ, കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷയിലെ സിസ്റ്റർ 2 മക്കളുടെയും ഒരപ്പൻ്റെയും കഥ പറഞ്ഞു അല്ലേ? പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇവിടെയും പറയുകയാണ്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മകനെ പോയി, നീ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യണം. ഹല്ലേലൂയ. അല്ലത്തേറിയത്തിൽ പറഞ്ഞു ആമേൻ. ഹല്ലേലൂയ. അപ്പൻ മകനോട് ആവശ്യപ്പെട്ടത് എന്താണ്? മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാനാ പറഞ്ഞത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു ആമേൻ. ഹല്ലേലൂയ. മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി ജോലി ചെയ്യാനാ പറഞ്ഞത്. അതായത് മുന്തിരിത്തോട്ടത്തിലേക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ദൈവം ചിലരെ നിയോഗിക്കും, വിളിക്കും, പറഞ്ഞയക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന എന്താണെന്നറിയാവോ? എൻ്റെ ഈശോയെ, നിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ എന്നെ വിളിക്കണമെന്നായിരുന്നു. അതാരോ പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയാണ്. അതെന്താണ് ഈ മുന്തിരിത്തോട്ടം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അന്ന് കുഞ്ഞു മനസ്സിൽ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അറിവ് എന്താണെന്ന് ചോദിച്ചാൽ, മുന്തിരിത്തോട്ടം, മുന്തിരിങ്ങ പറിക്കൽ, അപ്പോൾ ഇഷ്ടംപോലെ മുന്തിരിങ്ങ തിന്നാലോ, അങ്ങനെയൊക്കെയാണ്. അത്രയൊക്കെ ചിന്തിക്കാൻ അന്ന് പ്രായമുള്ളായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഈ മുന്തിരിത്തോട്ടം എന്താണെന്നും അവിടുത്തെ മുന്തിരി പറിക്കൽ എന്താണെന്നും മുന്തിരിങ്ങ എന്താണെന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. പക്ഷേ എനിക്കത് മനസ്സിലാകുന്നില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന ഈശോ കേട്ടു. എൻ്റെ പ്രാർത്ഥന ഈശോ കേട്ടു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ചിലപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ, മക്കളുടെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗത്തെ തിരിച്ചറിയാനുള്ള കടമയും ഉത്തരവാദിത്വവും ആർക്കുണ്ട്? മാതാപിതാക്കളായി നിങ്ങൾക്ക് ഉണ്ട്. അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. മകൻ മുന്തിരിത്തോട്ടത്തിൽ ഈ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെടുന്നു, മകള് സന്യാസത്തിലേക്ക് വിളിക്കപ്പെടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. വീണ്ടും അവൻ പോയില്ല. അവൻ 2-ാമൻ്റെ അടുത്ത് ചെന്നു. മൂത്തവനോട് പറഞ്ഞു, പോകാൻ പറഞ്ഞു, പോയില്ല. 2-ാമൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് തന്നെ പറഞ്ഞു. ഏത് തന്നെ പറഞ്ഞു? നീ പോകും, മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്താ മറുപടി പറഞ്ഞു? അവനാകട്ടെ, എനിക്ക് മനസ്സില്ല. ആ വാക്കൊന്ന് പറഞ്ഞ്, എനിക്ക് മനസ്സില്ല. ഭയങ്കര ധാർഷ്ട്യത്തോടെയുള്ള അപ്പനോട് പറയുകയാണ്, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും പിന്നീട് അവൻ എന്ത് ചെയ്തു? പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? പോകാമെന്ന് പറഞ്ഞവനാണോ, പോകുകയല്ല എന്ന് പറഞ്ഞിട്ട് പോയവനാണോ? 2-ാമൻ. പോകാമെന്ന് പറഞ്ഞിട്ട് പോകാത്തവനല്ല, പോകുകയല്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിന് മാറ്റം വരുത്തി പോയവന്, അതായത് അനുദപിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് തങ്ങളുടെ ജീവിതത്തെ കൊണ്ടുചെന്നവനാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായത്. കണ്ടോ, യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ആ വചനം ഒന്ന് പറഞ്ഞേ.
ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗരാജ്യത്തെ പിതാവിൻ്റെ പിതൃഭവനത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയിൽ നമുക്ക് വേണ്ടത് എന്താണ്? അനുതാപമാണ്. ഉടനടിയുള്ള അനുസരണവും അനുതാപവും നമുക്ക് കൂടിയേ പറ്റും. അതായത് എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, ഇഷ്ടമുള്ളപ്പോൾ ചെയ്താൽ പോരാ. ഉടനടിയുള്ള അനുസരണവും ഉടനടിയുള്ള ദൗത്യ നിർവഹണവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെളിപാടിൻ്റെ പുസ്തകം 3:16 നമ്മൾ പറയുകയാണ്, വചനം വായിക്കുകയാണ്, ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷനായാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എപ്പോഴെങ്കിലും ചെയ്തോളാം, ഇഷ്ടമുള്ളപ്പോൾ ചെയ്തോളാം, തോന്നിയെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വളരെ തണുത്ത മട്ടിൽ ഒന്നിനും ഒരു ഉത്സാഹമില്ലാതെ ഒരു കാര്യത്തിലേക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കാതെ എപ്പോഴും ഇങ്ങനെ മടിയനായിട്ട് അലസനായിട്ട് ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളെ നോക്കി പറയുന്ന വചനം ഇതാണ്: നിനക്കൊരു ചൂടുമില്ല, നിനക്കൊരു തീഷ്ണതയില്ല, നിനക്കൊരു ഉണർവുമില്ല. അങ്ങനെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയും. അതുകൊണ്ടാണ് വെളിപാട് 3:16 വചനം വലത്തേർ ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ്, ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. പ്രിയപ്പെട്ടവർ, ചിലപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയാത്ത ഒരു തിന്മയാണ് ഈ എന്താണ് ചൂടോ തണുപ്പോ ഇല്ലാതെ ഒരു മന്ദോഷനായിട്ടിരിക്കുന്ന അവസ്ഥ. നമുക്ക് ചെയ്യാവുന്നതും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ നിർവഹിക്കാനുണ്ട്. അതിലേക്കൊന്നും തിരിയാതെ ഞാൻ എൻ്റേതായ ആ സുഖലോലുപതയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ദൈവത്താൽ തള്ളിക്കളയപ്പെടുന്നതിന് പോലും കാരണമാകുന്ന ഒരു തിന്മയാണ്. വലത്തുകരമുയർത്തി ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 12:34 വചനം വഹിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ഉണ്ടോ? നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് കൃത്യമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആരേത് വിധത്തിൽ ചോദിച്ചാലും നമുക്ക് ഉത്തരവൊക്കെ കൊടുക്കാൻ അറിയാം. പക്ഷേ ദൈവരാജ്യത്തിനകത്തല്ല. മനസ്സിലായോ? കുറേ കാര്യങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ച് അറിയാം, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ മനസ്സുണ്ട്. പക്ഷേ വചനം പറയുകയാണ്, ഈശോ പറയുകയാണ്, നീ ദൈവരാജ്യത്തിനകത്തല്ല. നീ എവിടെയുള്ളത്? നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിന്റെ മുൻപിൽ സാധ്യത നിൽക്കുക. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ, തെറ്റ് തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ, നിന്റെ സാഹചര്യങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? നിനക്ക് അകത്തേക്ക് കയറാം, ദൈവരാജ്യത്തിനുള്ളിലേക്ക് നിനക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. വലത്തേറുയർത്തി സ്വരമുയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. മനസ്സ് എന്ന് പറയുന്നത് നമ്മളിലാ അല്ലേ? ആ മൂന്നാമൻ പറഞ്ഞില്ലേ? രണ്ടാമൻ പറഞ്ഞില്ലേ എനിക്ക് മനസ്സില്ല. അപ്പം ഈ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ അകത്തേക്കോ പുറത്തേക്കോ എന്നുള്ള രീതിയിൽ ദൈവ പൈതലായി ജീവിക്കണമോ എന്നുള്ള ആ ചിന്തയ്ക്ക് ഉത്തരം കൊടുക്കാനുള്ള മനസ്സ് അത് നമ്മൾ തന്നെ രൂപപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞില്ലേ, നിന്റെ ഹൃദയം എവിടെയാ? നിന്റെ മനസ്സ് എവിടെയാ? നിന്റെ മനസ്സ് ആർക്ക് കൊടുത്തു? നിന്റെ ഹൃദയം എവിടെയാ വെച്ചിരിക്കുന്നത്? നിന്റെ ഹൃദയം നീ ആർക്കെങ്കിലും കൊടുത്തോ? അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എൻ്റെ ഹൃദയം എവിടെയാണ് ഉള്ളത്? എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കി, എൻ്റെ ഹൃദയം എവിടെയാണ് ഉള്ളത്? ബാങ്കിലെ ഡിപ്പോസിറ്റിലാണോ? അലമാരിക്കകത്തിരിക്കുന്ന സ്വർണത്തിലാണോ? അല്ലെ എൻ്റെ ഏതെങ്കിലും സമ്പത്തിലാണോ? സ്വത്തിലാണോ? പേരിലാണോ? പ്രശസ്തിയിലാണോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയം എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഞാനൊരു സൂത്രവഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കുറേ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിരിക്കുക. പള്ളിയിൽ പോയിരിക്കുമ്പോൾ ഒരു പേനയും പേപ്പറും കൂടെ കൈ പിടിക്കുക. എന്നിട്ടോ നമ്മുടെ മനസ്സ് എത്ര പ്രാവശ്യം ഈ പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെന്നുള്ളത് നിരീക്ഷിക്കുക.
ഏതെല്ലാം കാര്യങ്ങളിലേക്കാണ് എൻ്റെ ചിന്തകൾ പോയതെന്ന് കണ്ടെത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ എൻ്റെ മക്കളുടെ അടുത്തേക്കായിരിക്കും, ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്തേക്കായിരിക്കും, ചിലപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്കായിരിക്കും, അല്ലെങ്കിൽ വിൽക്കാൻ കിടക്കുന്ന സ്ഥലത്തിലേക്കായിരിക്കും, ആവശ്യമില്ലാതെ സൂക്ഷിച്ചിരിക്കുന്ന പണത്തിലേക്കായിരിക്കും. അപ്പം എവിടെയാണ്, എത്ര സമയം എൻ്റെ ഹൃദയം ഈശോയിലായിരുന്നു ഒന്ന് കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ലേ? പറ്റുമോ? അച്ഛൻ ഇവിടെ പറഞ്ഞു തന്നപ്പോൾ ഞാനതാ ഓർത്തത്. ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പല വിചാരം എന്നൊക്കെ പറയും അല്ലേ? പല വിചാരം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഹൃദയം എവിടെയെല്ലാം കുടുങ്ങിപ്പോയിട്ടുണ്ടോ അതെല്ലാമാണ് എൻ്റെ പല വിചാരം. എൻ്റെ ഹൃദയം എവിടെയെല്ലാം കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അതെല്ലാമാണ് എൻ്റെ പല വിചാരം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10:12. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ആകയാൽ നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ വചനം. നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിന്റെ ഹൃദയം ദൈവത്തിലല്ലെങ്കിൽ, നിന്റെ ഹൃദയം നീ ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ, എവിടെയെങ്കിലും ആണെങ്കിൽ, അത് നിന്നിൽ തന്നെ ഉണ്ടെന്ന് നിനക്ക് ഉറപ്പില്ലെങ്കിൽ, അത് ദൈവത്തിലാണെന്ന് നിനക്ക് ഉറപ്പില്ലെങ്കിൽ, ഈ വചനം കേട്ടോളുക, നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്ന നീ താമസിക്കാതെ തന്നെ വീഴും. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ് 10:11 അതേ അധ്യായത്തിൽ തന്നെ 10:11 പറയുകയാണ്, ഇവയെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മളിതെല്ലാം വായിച്ച് പഠിക്കണം. അതിനുവേണ്ടി ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആ വചനം എന്ന് പറഞ്ഞേ, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വചനം വിശ്വസിക്കുന്നുണ്ടോ? യുഗങ്ങളുടെ അന്തിമ നാള് നമ്മളിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ പിശാച് പറ്റിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പിശാച് ഒരുപാട് നുണ പറയും. നുണയിലും നുണയുടെ പിതാവ് എന്നാണ് ആരെ വിളിക്കുന്നത്? പിശാചിനെ വിളിക്കുന്നത്. ഇനി ഒന്ന് കണ്ണടച്ചേ. ആ പിശാചിൻ്റെ പക്ഷക്കാരനാണ് ഞാനെങ്കിൽ ഞാനും എന്തിൻ്റെ പിതാവായിരിക്കും? നുണയുടെ പിതാവ്. ഞാൻ പിശാചിൻ്റെ പക്ഷക്കാരനാണെങ്കിൽ ഞാനും ഒരു നുണയുടെ പിതാവായിരിക്കും. അപ്പോൾ പിശാച് പറയുന്ന കുറേ നുണകളുണ്ട്. അതൊന്നും എന്താണെന്ന് മനസ്സിലാക്കണം. ആ നുണകളൊന്ന് പൊളിച്ചെടുത്താലേ നമുക്ക് പിശാചിൻ്റെ കെണിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തുള്ളൂ. പിശാചിൻ്റെ ഏറ്റവും വലിയ സൂത്രം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ കൊണ്ട് ഇന്ന് നമുക്ക് ആവശ്യമില്ല എന്നൊന്ന് ചിന്തിപ്പിക്കണം. ദൈവത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത്? എല്ലാം നമുക്ക് സാധിക്കും അല്ലേ? ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കി എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളും എന്തെല്ലാം കാര്യങ്ങളുമാണുള്ളത്. അപ്പം മനുഷ്യന് കഴിയാത്തതായിട്ടൊന്നുമില്ല. എല്ലാം ദൈവത്തെ കൂടാതെ തന്നെ മനുഷ്യന് സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് പറ്റും, ഇവിടെ ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക്, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എനിക്കിത് കഴിയും. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ നിങ്ങളോട് വചനം പങ്കുവച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ബൈബിള് തുറന്നു വെച്ച് സുഖമായിട്ടിത് നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നാൽ ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചൊരുങ്ങിയല്ല. പ്രാർത്ഥിച്ചൊരുങ്ങുമോ? ഇല്ല, പ്രാർത്ഥിച്ചൊരുങ്ങിയല്ല. കാരണം എനിക്കിത് പറ്റും, എന്നാൽ എനിക്കിത് പറ്റത്തില്ല, എനിക്കിതിനുള്ള കഴിവില്ല, ഇതെനിക്ക് സാധ്യമല്ല. ഇതെന്നിൽ സാധ്യമാക്കുന്നത് ആരാണ്? ദൈവമാണ് ഇത് നിർവഹിക്കുന്നത് എന്നൊരു ബോധ്യമാണ് എൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഒത്തിരി പ്രാർത്ഥിക്കും. വലത്തേറുയർത്തി ആമേൻ, ഹല്ലേലൂയ. ഇത് ഒരു ഉദാഹരണ സിസ്റ്റർ പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കുന്നത്? കേട്ടോ, കർത്താവിൻ്റെ വചനം പറയുന്നു, അപ്പസ്തോല പ്രവർത്തനം 2:21 അപ്പസ്തോല പ്രവർത്തനം 2:21 നമ്മളിങ്ങനെ വായിക്കുകയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പറഞ്ഞ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആരാ രക്ഷ പ്രാപിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ
അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഒന്നും ദൈവത്തിൽ ആശ്രയിച്ചല്ല. നമുക്ക് പറ്റും, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും, എനിക്ക് ആ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും, എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്, എനിക്കതിനുള്ള പണമുണ്ട്, സഹപ്രവർത്തകരുണ്ട്, ഞാൻ എല്ലാ തരത്തിലും ഏബിളാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, എൻ്റെ ഒരു ബിസിനസ് ഉദാഹരണം പറഞ്ഞ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അന്തിമമായ വിജയം പലപ്പോഴും ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? പരാജയത്തിലാണ്, അല്ലേ? ആണോ? അതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ ഏറ്റവും വലിയ നുണയെന്ന് പറയുന്നത്, ഒന്നാമത്തെ നുണയെന്ന് പറയുന്നത് നീ പ്രാർത്ഥിക്കണ്ട എന്നുള്ളതാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഒരു പക്ഷേ കൂട്ടിച്ചേർത്തിട്ട് ഞാനും പറയും, നിങ്ങളും പറയും, എനിക്കിത് കൂടുതൽ കൊന്തയിലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ കാരണം? എനിക്ക് സമയമില്ല, അല്ലേ? എനിക്ക് സമയമില്ല. അതാണ് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം. അപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറയിപ്പിക്കുന്നത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നുണ ആരെൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടിരിക്കുക? പിശാച് എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. അതുകൊണ്ടാണ് പ്രാർത്ഥനയോട് താല്പര്യമില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ദൈവത്തിലല്ലാത്തത് കൊണ്ട് ആ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയം മുഴുവൻ എനിക്കൊരു വലിയ അസ്വസ്ഥതയുടെ സമയമാണ്, പല വിചാരങ്ങളുടെ സമയമാണ്. എനിക്ക് എൻ്റെ തമ്പുരാനെ കണ്ടുമുട്ടുന്നൊരു സമയമല്ല, ദൈവത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുന്ന ഒരു സമയമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ പോലും നമ്മളൊന്നും ചെയ്യേ, ഈശോ എന്താ ചെയ്തത്? ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഈശോ എന്ത് ചെയ്തു? ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അതുകൊണ്ട് എനിക്കെല്ലാം സാധ്യമാണ്, പിതാവ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ അങ്ങ് പോയാൽ മതി എന്ന് കരുതിയാണോ ഈശോ പരസ്യ ജീവിതത്തിന് മുമ്പ് ഒരുങ്ങിയത്? പിന്നെ എന്താ ചെയ്തത്? ഉണ്ടോ? 40 ദിനരാത്രങ്ങൾ ഈശോ പ്രാർത്ഥിച്ചു. കണ്ടോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളണമെന്ന് ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം ഇതാണ്: പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും ദൈവാനുഗ്രഹം കടന്നു വരികയില്ല. അപ്പോൾ പ്രാർത്ഥന വേണ്ട എന്നുള്ള നിലപാടും ഉപവാസത്തിൻ്റെ ആവശ്യം അത്രയും പോലും ഇല്ലെന്നുള്ള ചിന്താഗതിയും എവിടെ നിന്ന് വരുന്നതാണ്? അത് പിശാചിൻ്റെ നുണയാണ്. അത് പിശാചിൻ്റെ ഏറ്റവും വലിയ നുണയാണ്. ഹല്ലേലൂയ. ഇത്രയും നാൾ നമ്മളെ പറ്റിച്ചു പിശാച്. നീ പ്രാർത്ഥിക്കണ്ടടാ. ചിലപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരും, എല്ലാ മനുഷ്യരും പ്രാർത്ഥിച്ചിട്ടാണോ ജീവിക്കുന്നത്? അല്ലേ? ഇത്രയും പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ധ്യാനം കൂടേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ കൊന്തയിലേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം പിശാചിൻ്റെ സ്വരമാണ്. ഹല്ലേലൂയ. ഇതെല്ലാം പിശാചിൻ്റെ സ്വരമാണ്. സ്വരം എന്ന് പറയുന്നത് ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം, പിന്നെ എങ്ങനെയാണ്? തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല, അതെപ്പോഴും നമുക്ക് നേട്ടമാണ്. ഒരു പ്രാർത്ഥനയും കേൾക്കാതിരിക്കുകയില്ല, ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാതിരിക്കുകയില്ല. നന്നായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല സന്തോഷത്തോടെ ആയിരിക്കും, വലിയ സമാധാനത്തോടെ ആയിരിക്കും. കുടുംബത്തിൽ വലിയ ശാന്തതയുണ്ടാകും, സമാധാനം ഉണ്ടാകും. അപ്പോൾ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി, കുടുംബത്തിൻ്റെ സമാധാനം എടുത്ത് കളയാൻ വേണ്ടി, പരസ്പരം എല്ലാവരും ഭിന്നിച്ച് കലഹിച്ചിരിക്കാൻ വേണ്ടി സാത്താൻ പറയുന്ന ഒന്നാമത്തെ നുണ എന്ന് പറയുന്നത് നീ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥന വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന, വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് അത് ആഴ്ചയിൽ ഒന്നായി, പിന്നെ മാസത്തിൽ ഒന്നായി, പിന്നെ 2 വർഷമായിട്ട് അങ്ങനെ സംഭവം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആര് കയറി കളിച്ചു? പിശാച്. ഒരു നുണ, ഒരൊറ്റ നുണ, അത് നിങ്ങളുടെ വീട്ടിൽ പൊട്ടി. ആ നുണയുടെ ബോംബ് പൊട്ടി. വലത്തേനെ ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് അങ്ങ് ഏറ്റെടുക്കുക. പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മുഴുവൻ നിയന്ത്രണവും ആരേറ്റെടുക്കുക? പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്ത വ്യക്തികളുടെ മുഴുവൻ കാര്യങ്ങളും വേറൊരാളെ ഏറ്റെടുക്കുക. അതാരാണ്? പിശാച് ഏറ്റെടുക്കുക. അതുകൊണ്ടാണ്
പ്രാർത്ഥന കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാ തരത്തിലുള്ള ആസക്തികളും, എല്ലാ അഹങ്കാരവും, എല്ലാ ദുഷ്ടതയും, എല്ലാ തിന്മകളും, എല്ലാ അസത്യങ്ങളും, വ്യാജമായത് എല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് കടന്നു വരികയാണ്. അങ്ങനെ ഓരോ തിന്മകളും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? പിന്നെ ഒരു കാരണവശാലും നമുക്ക് ഈശോയുടെ വഴിയിലൂടെ നടക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ആരോടെ ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ? പിശാചിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞോ, എടുത്തി പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഒരു ഊന്നുവടി കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. ഒരു ഊന്നുവടി കയ്യിൽ പിടിച്ചാൽ നമുക്കൊരു ബലമല്ലേ? ആണോ? അതെ, ഇതുപോലെയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും നല്ല ഊർജമുള്ളവരാണ്, ബലമുള്ളവരാണ്, ശക്തരാണ്. അവരെ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു തിന്മയ്ക്കും തട്ടിയിടാൻ പറ്റിയല്ല, തട്ടിത്തെറിപ്പിക്കാൻ പറ്റിയല്ല. അവരൊരിടത്ത് പിടിച്ചിട്ടുണ്ട്. അവരുടെ ഊന്നുവടി, അവർ പിടിച്ചിരിക്കുന്ന ഊന്നുവടി അതാരാ? അത് ദൈവമാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ട് അവർ ഈ ഊന്നുവടിയിൽ, ദൈവമാകുന്ന ആ ഊന്നുവടിയിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് സാത്താൻ്റെ ഒരു വിധത്തിലുമുള്ള ഇടിയോ തൊഴിയോ തട്ടോ ഒന്നും ആ വ്യക്തിയെ നിലത്തിടാൻ പറ്റത്തില്ല. വലത്തുകരം വരുത്തി ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് 14-ാമത്തെ അധ്യായത്തില് 36-ാമത്തെ വചനം ഇപ്രകാരമാണ്. വിശുദ്ധ മർക്കോസ് 14:36. ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് അടുത്തിരിക്കുന്നവർക്ക് ഒരു ഷെയ്ക്കാൻ്റെ ഇവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച്, ഹൃദയം സാഞ്ചോഭവനിലാണോ അതെയോ ഹൃദയം വേറെ എവിടെയെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചു നോക്കിയേ. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. കണ്ടോ, ഈശോയുടെ ഉള്ളിലെ ആ ബോധ്യം നോക്കിയേ. ഈശോ വലിയ പീഡാസഹനത്തിലേക്കും കുരിശുമരണത്തിൻ്റെ കാലഘട്ടങ്ങളിലേക്കും സമയങ്ങളിലേക്കും കിടക്കുക. അപ്പോൾ ആരാ ഈശോയെ ഒന്ന് സഹായിക്കുന്നത്? എൻ്റെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഈശോ അന്വേഷിക്കുന്നില്ല. ഉണ്ടോ? ഞാൻ കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാരോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരോ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരോ ആരെങ്കിലും ഈശോയുടെ പക്ഷത്ത് നിൽക്കാൻ ഈശോ നോക്കുന്നേയില്ല. ഈശോ എന്താ പറയുന്നതെന്ന് നോക്കിയേ. ആബാ പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. വലത്തേർ ഉയർത്തി എന്ന് പറയാവോ? ആബാ പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. ഈ പാനപാത്രം, പറഞ്ഞേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം നടക്കട്ടെ. ആമേൻ. ആമേൻ. സ്വരമുയർത്തി ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ കണ്ടോ, ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു നോക്കിയേ. ഈശോ വലിയ പ്രലോഭനത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും സഹനങ്ങളുടെയും നടുവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 1-2 തുള്ളി വെള്ളം ആരുടെയും മേത്തൊക്കെ വീഴും. അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ, കുഴപ്പമില്ല. വലിയ പരീക്ഷണങ്ങളുടെ നടുവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശോ ചെയ്തത് എന്താണെന്ന് നോക്കിക്കേ. എന്താ ചെയ്തത്? ഈശോ പരിപൂർണമായിട്ട് ആശ്രയിച്ചത് ആരില്ല? പിതാവില. ഇതാ പ്രാർത്ഥന. ഇതാ പ്രാർത്ഥന. പിതാവ് പറയുകയാണ്, ഈശോ പറയുകയാണ്, പിതാവേ, നിനക്കെല്ലാം സാധ്യമാണ്. ആ ഒരു ബോധ്യമാണ് പ്രാർത്ഥന. മനുഷ്യനോ, നമ്മൾ ആശ്രയിക്കുന്ന മനുഷ്യനിലാണെങ്കിലോ മനുഷ്യനെല്ലാം സാധ്യമാണോ? അല്ല, മനുഷ്യനെല്ലാം സാധ്യമല്ല. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. എല്ലാം സാധ്യമാക്കാൻ ദൈവത്തിന് പറ്റും. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൃഷ്ടാവും കർത്താവും നാഥനും രക്ഷകനുമായ ദൈവത്തിൻ്റെ അനന്തമായ ആ സാന്നിധ്യത്തിൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലാണ് നമ്മളുള്ളത്. എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ, വേദനകളിലൂടെ, വലിയ പീഡാസഹന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെല്ലാവരും
ഓർത്തിരിക്കേണ്ട വലിയൊരു സത്യം ഇതാണ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ ഒരു നുണയാണ് നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു ആ നുണ? ഇത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കേണ്ട, നമുക്കെല്ലാം സാധിക്കും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ആരോഗ്യവും അറിവും ഒക്കെ എനിക്കുണ്ട്, പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള ഒരു ചിന്ത. അതെവിടെ നിന്ന് വന്നെന്നാണ് പറഞ്ഞത്? പിശാചിൽ നിന്ന് വരുന്നു. ഇനി രണ്ടാമത്തെ നുണ എന്താണെന്നറിയാമോ? പിശാച് പറയുന്ന രണ്ടാമത്തെ നുണ അതിതാണ്: നിങ്ങൾ അത്രയ്ക്കും നല്ലവരല്ല, നിങ്ങൾ അത്രയ്ക്കും നല്ലവരല്ല. ഈ നുണ പറയുന്നത് ആരാ? എന്തിനാണ് ആ നുണ പറയുന്നത്? നമ്മളെ നമ്മൾ അത്രയ്ക്കും നല്ലവരല്ല എന്ന് പറയുന്നത് അതൊരു വലിയൊരു നുണയാണ്. ആ നുണ എന്തിനു വേണ്ടിയിട്ടാണ് സാത്താൻ പറയുന്നത്? നമ്മളെ കുറ്റബോധത്തിലേക്ക് തള്ളിയിടാനാണ്. നമ്മളത്രയ്ക്ക് നല്ലവരല്ല എന്ന് പറയാൻ സാത്താൻ എന്താ അധികാരമുള്ളത്? സാത്താന് നമ്മളുടെ മേൽ ഒരധികാരവും ഇല്ല. നീ എൻ്റെ മകനാണെന്ന്, നീ എൻ്റെ മകളാണെന്ന് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്ത് നീ നല്ലവനല്ല, നല്ലവളല്ല എന്ന് പറയാനുള്ള അധികാരം സാത്താനുണ്ടോ? ഉണ്ടോ? നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണെന്ന് പറഞ്ഞിരിക്കുന്ന ആ സത്യത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് സാത്താൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുക. കേൾക്കാവോ? സാത്താൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുക. എന്താണത്? നീ അത്ര നല്ലവനല്ല. അപ്പം നീ അത്ര നല്ലവനല്ല എന്നുള്ളൊരു ചിന്ത സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് വെച്ച് തന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറ്റബോധത്തിന് അടിമയായി പോവുക. നീ അത്ര നല്ലവനല്ല എന്ന് സാത്താൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ചില കുറവുകൾ ഓർമ്മപ്പെടുത്തി തരും, അല്ലേ? നമ്മുടെ ചില കുറവുകൾ ഓർമ്മപ്പെടുത്തി തരും. പക്ഷെ നമ്മൾ മറന്നു പോകും. നമ്മുടെ ഈ കുറവുകളോടുകൂടിയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നെന്നുള്ള സത്യം നമ്മൾ മറന്നുപോയിട്ട് സാത്താൻ പറഞ്ഞ ഈ കാര്യം നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കും. സാത്താൻ എന്താ പറഞ്ഞത്? നീ അത്ര നല്ലവനല്ല, നീ അത്ര നല്ലവനല്ല. അതാണ് നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഒരു സത്യം അവൻ പറഞ്ഞ നുണ എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് സന്തോഷത്തോടെ ആയിരിക്കാൻ പറ്റിയല്ല. പറ്റുമോ? നിങ്ങൾ നെഞ്ചെ കൈവച്ച് ഒരു 10 പ്രാവശ്യം എന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, ഞാൻ നല്ലവനാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ നെഞ്ചെ കൈവച്ച് പറയണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളറിയാതെ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം കടന്നു വരും. അപ്പം സാത്താനിട്ട വിത്തുണ്ടല്ലോ, നീ കൊള്ളിയേല, നീ അത്ര നല്ലവനല്ല എന്ന് സാത്താൻ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്നത് പൊക്കോളും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവരെ, സാത്താന്റെ ശ്രമം എന്ന് പറയുന്നത്, പിശാചിന്റെ ശ്രമം എന്ന് പറയുന്നത് ദൈവപുത്ര സ്ഥാനത്ത് നമ്മളെ തള്ളിയിടണം. അതല്ലേ ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും പിതാവായ ദൈവം ഈ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട്, ആദ്യത്തെ ഹവ്വയെ വിളിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ പിതാവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ രണ്ടും കൂടെ എന്ത് ചെയ്യുമായിരുന്നു? അപ്പാന്ന് വിളിച്ച്, അപായെന്ന് വിളിച്ച് ഓടി ചെല്ലുമായിരുന്നു. പക്ഷേ ചില നുണകളൊക്കെ അവനിങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പിതാവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ ഇവർക്ക് പേടിയായി. ഉണ്ടോ? പേടി ജനിപ്പിക്കുന്നത്, ഭയം ജനിപ്പിക്കുന്നത് ആരാ? പിശാചാ. നീ നല്ലവനല്ല എന്നുള്ള ചിന്തയിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്നത് ഒരു ഭയമാണ്. നീ നല്ലവനല്ലെങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെയാ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നത്? ചെല്ലാൻ പറ്റുമോ? ചെല്ലാൻ പറ്റിയല്ല. അങ്ങനെ നമ്മളെ ഭയപ്പെടുത്തി ഒളിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്, സഹായിക്കുന്നത്, അതിന് കൂട്ടുനിൽക്കുന്നത് ആരാണ്? പിശാചാണ്. എൻ്റെ നെഞ്ചിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രിയപ്പെട്ട മകളാണ്, എൻ്റെ നെഞ്ചിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകനാണ് എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ഓടിയങ്ങ് ചെല്ലും, അല്ലേ? ഞാൻ ഓടിയങ്ങ് ചെല്ലും. ആ സ്വരം ഞാൻ കേൾക്കും.
അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ് 1 പത്രോസ് 5, 8, 9. 1 പത്രോസ് 5, 8, 9 നമ്മളിങ്ങനെ വായിക്കുക. നിങ്ങളുടെ ശത്രുവായ പിശാച്, പറഞ്ഞേ, നിങ്ങളുടെ ശത്രുവായ പിശാച്, നിങ്ങളുടെ കൂട്ടുകാരനല്ല പിശാച്. അത് തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ശത്രുവാണ് പിശാച്. ദൈവത്തിൻ്റെ ശത്രു നമ്മുടെയും ശത്രുവാണ്, അല്ലേ? ഇതുണ്ടോ? നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ഹല്ലേലൂയ. എങ്ങനെ എതിർക്കണം? വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചുണ്ടല്ലോ, നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണെങ്കിൽ അത് അവസരം നോക്കിയിരിക്കുവാണ് ആര്? പിശാച്. ആ അവസരം പിശാച് കാത്തിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഈ പ്രതിസന്ധി, ജോലി നഷ്ടപ്പെട്ടത്, ജോലി ഇല്ലാത്തത്, സ്ഥലം വിൽക്കാൻ പറ്റാത്തത്, കടം വീട്ടാൻ പറ്റാത്തത്, രോഗം മാറാത്തത്, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റിയല്ലേ? പറ്റും. എന്നാൽ ദൈവം ഇത് അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഇതിലൂടെ ഉണ്ട്. അതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പൗലോസ്ലീഹ പറയുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ആ വചനം ഒന്നോടെ വലത്തേർ ഉയർത്തി പറഞ്ഞേ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അതായത് നമ്മുടെ ഉള്ളിൽ തോന്നുന്നതെല്ലാം സത്യമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് നമുക്കൊരു ഷെയറിങ്, സ്പിരിച്വൽ ഷെയറിങ്, ഒരു കൗൺസിലിംഗ് ഒക്കെ നമ്മളെ ഒരുപാട് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലാകും ഇത് പിശാചിൻ്റെ ചില നുണ ഈ സ്ത്രീ സ്വീകരിച്ചിരിക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തി സ്വീകരിച്ചിരിക്കുക. ആ പിശാച് വലിക്കുന്ന വഴിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം അതാരെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഉണ്ടോ? ഇപ്പം എത്ര നുണ കണ്ടു പിശാച് നമ്മളോട് പറയുന്ന? 2 നുണയാണ് നമ്മൾ കണ്ടത്. ഏതൊക്കെയാ 2 എണ്ണം? പിശാചിൻ്റെ 2 ബോംബ്, 2 നുണ. ഒന്ന്, നീ പ്രാർത്ഥിക്കണ്ട. നിനക്ക് രോഗമില്ലേ? നീ ഉറക്കളച്ചാൽ നിനക്ക് വല്ല ബിപിയും കൂടി പോകുകയല്ലേ, അല്ലേ? നിനക്ക് ഈ രോഗത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന നീ പ്രാർത്ഥിക്കണോ? ഇത്രയോ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മുടെ രോഗം അതിനൊരു തടസ്സം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തടസ്സം. ആ തടസ്സമുള്ള കൃത്യമായിട്ട് പ്രാർത്ഥന ഉപേക്ഷിക്കുന്നതിന് ആവശ്യമായ കൃത്യം കാര്യം സാത്താൻ കാണിച്ചു തരും. അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട, എൻ്റെ ആവശ്യമില്ല. ധ്യാനിക്കാൻ പോകണ്ട, കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല. വർഷത്തിൽ 1 കുമ്പസാരിക്കാൻ സഭ പറയുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സാത്താൻ നമ്മളെ വഞ്ചിക്കും. അതാണ് 1ാമത്തെ നുണ. 2ാമത്തെ നുണ എന്താ? നീ നല്ലവനല്ല. ഇനി എല്ലാവരും കണ്ണടച്ച് ഞാൻ മാത്രം കണ്ടാൽ മതി, ആരും കണ്ണ് തുറന്നു നോക്കരുത്. ഈ 2 നുണയും എന്നോട് സാത്താൻ പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നവർ കൈപൊക്കിക്ക്. ഈ 2 നുണയും സാത്താൻ പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നവർ കണ്ടോ? കൈ താത്തിട്ടു. കൈ പൊക്കാത്തവർ 1 2 പേരേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവർക്ക് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടായിരുന്നു. ശരിക്കും മനസ്സിലായാൽ ആരും ഈ കെണിയിൽ പെടാത്തവർ ഉണ്ടായിരിക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ വല്ലാതെ ജോലി ചെയ്ത് ക്ഷീണിച്ച് മടുത്തിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുകയില്ല. അപ്പോൾ സാത്താൻ എന്ത് പറയും? ഇതുപോലെ ക്ഷീണിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, അല്ലേ? ഇതുപോലെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ബൈബിൾ വായിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ചെറിയൊരു ജലദോഷം 7 അയൽവക്കത്തെ വീട്ടിലെത്തിയിട്ടുണ്ടാവുകയുള്ളൂ, അല്ലേ? അപ്പം നമുക്ക് തോന്നും ജലദോഷം വരാൻ പോകുവാണ്. അപ്പം നമ്മളെന്ത് വിചാരിക്കും? നാളെ പള്ളിയിൽ പോകണ്ട, ജലദോഷമായതുകൊണ്ട് പള്ളിയിൽ പോകുമ്പം തണുപ്പടിച്ച് പനി പിടിച്ചാലോ. ആരാ ഇത് പറയുന്നത്? ഇതാരാ നിങ്ങളോട് പറയുന്നത്? സാത്താനാ പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ഇനി 3ാമത്തെ നുണ എന്താണെന്ന് നോക്കാം. 3ാമത്തെ സാത്താൻ്റെ നുണ അതെന്താണെന്നറിയാവോ? എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അമിതമായ ആകുലതകളും ഉത്കണ്ഠകളുമാണ്.
എല്ലാ കാര്യങ്ങളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ വരുന്ന അമിതമായിട്ടുള്ള വ്യഗ്രതയാണ് ഉത്കണ്ഠയാണ്. അപ്പോൾ ആ ഉത്കണ്ഠ ഉണ്ടാകുന്നത്, ചിലപ്പം എന്നോടൊരു ചേച്ചി പറഞ്ഞ്, മക്കൾ എവിടെയെങ്കിലും വണ്ടി എടുത്തു പോയാൽ പിന്നെ ഞാനിങ്ങനെ അസ്വസ്ഥയാണ്, വല്ല അപകടം ഉണ്ടാകുമോ എന്നോർത്തിട്ട് അസ്വസ്ഥതയാണ്. എനിക്ക് കൊന്ത കയ്യിലെടുത്താൽ ആ കൊന്ത ചെല്ലി തീർക്കാൻ പറ്റിയില്ല. വല്ല വണ്ടി അപകടം ഉണ്ടാകുമോ അല്ലേ, ഇങ്ങനെ പിന്നെ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും. ഫോൺ വിളിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വെച്ച് ഫോൺ എടുത്ത് അതൊരു അപകടത്തിന് കാരണമാകാം ചിലപ്പം. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ദൈവപരിപാലനയ്ക്ക് മക്കളെയൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റാതെ, കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റാതെ അമിതമായിട്ട് തോന്നുന്ന വ്യഗ്രത ദൈവത്തിൽ വിശ്വാസമില്ലാത്തതിൻ്റെ ഒരു അടയാളമാണ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തതിൻ്റെ ഒരു അടയാളമാണ്. ദൈവമാണ്. എനിക്ക് എൻ്റെ മകൻ്റെ കൂട്ടത്തിൽ UK ചെല്ലാൻ പറ്റുമോ? എനിക്ക് എൻ്റെ മകളുടെ കൂട്ടത്തിൽ ഇസ്രായേലിൽ ചെല്ലാൻ പറ്റുമോ? ജർമ്മനി ചെല്ലാൻ പറ്റുമോ? ഇതൊന്നും എൻ്റെ ജോലിയല്ല. ഇതൊക്കെ ആരുടെ ജോലിയാണ്? ദൈവത്തിൻ്റെ ജോലി. അത് ഏറ്റെടുക്കാൻ പോകുക. നമ്മളതിനൊക്കെ പുറത്ത് നിൽക്കുന്നവരാ, നിൽക്കാനേ പറ്റുള്ളൂ നമുക്ക്. ബാക്കിയെല്ലാം സംരക്ഷിക്കേണ്ടത്, സുരക്ഷിതമാക്കേണ്ടത് ഒക്കെ ദൈവത്തിൻ്റെ കാര്യമാണ്. ഉണ്ടോ? വചനം പറയുന്നു 2 പത്രോസ് 3:4 അവർ പറയും, അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നല്ലോ. ഉണ്ടോ? ചില വചനങ്ങളെയൊക്കെ വളരെയധികം ഇങ്ങനെ എന്താണ് ആ വാക്കിന് എന്ത് വാക്കാണ് പറയേണ്ടത്? നമുക്ക് ഈ അന്ത്യവിധിയെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ 2ാം വരവിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും, ഈ യുഗാന്ത്യത്തിൻ്റെ അവസാന കാലഘട്ടം അത് നിങ്ങളിലാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ യുക്തി അവിടെ പ്രവർത്തിക്കും അല്ലേ? ഈ ബുദ്ധിയും യുക്തിയും പ്രവർത്തിച്ചിട്ട് പറയും, ഈ വചനം എഴുതിയിരിക്കുന്ന നാൾ മുതൽ നമ്മളിത് വായിക്കുന്നതല്ലേ, എന്നിട്ട് എവിടെ അന്ത്യം വന്നത്, എവിടെ അവസാനം വന്നത് അല്ലേ? അപ്പം അങ്ങനെയൊക്കെ നമ്മളെ മാനസാന്തരത്തിലേക്കും ദൈവത്തിൻ്റെ കൃപയിലേക്കും കൊണ്ടുവരുന്നതിൽ നിന്ന് പിശാച് നമ്മളെ വഴിതെറ്റിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ അന്ത്യം അല്ലേ, അതിനി ഒരു ക്രിസ്തുവിൻ്റെ 2ാം വരവിനൊന്നും വേണ്ടി കാത്തിരിക്കേണ്ട സമയമില്ല. പക്ഷേ എന്നാലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ ഒരുങ്ങേണ്ട ഒരു സമയമാണോ? അതെ. എത്ര പേർക്കുണ്ടാ ബോധ്യം? ഇങ്ങനെയാ എല്ലാവരുടെയും കൈ പോകുന്നത്. ഉറപ്പായിട്ടുണ്ട്. ഉണ്ടോ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 394 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തികളിൽ ഏറ്റവും ഗൗരവമേറിയത് ദൈവത്തെ ധിക്കരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വഞ്ചനാത്മകമായ പ്രലോഭനമാണ്. ദൈവത്തെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുന്നത് തന്നെയാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാം വിശ്വസിക്കുന്നേ, യേശു ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ആകാശഭൂമിയും കടന്നു പോയാലും ദൈവത്തിൻ്റെ വാക്കുകളൊന്നും നിറവേറപ്പെടാതിരിക്കുകയല്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല, ക്രിസ്തുവിൻ്റെ 2ാം വരവ് അല്ലേ. അതുമാത്രം എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടമില്ല, അതുമാത്രം എനിക്ക് സ്വീകരിക്കാൻ ഇഷ്ടമില്ല. കാരണം അതിന് കുറച്ച് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടുണ്ട്. പലതേരും എഴുതി പറഞ്ഞു ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ 4ാമത്തെ നുണയാണ് മനുഷ്യൻ മാനസാന്തരപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവത്തെ നിഷേധിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിക്കുക. അതാണ് 4ാമത്തെ നുണ. ഇനിയും സമയമുണ്ട് മക്കളെ, അതാണത്. ഇനിയും സമയമുണ്ട്, ഇതെല്ലാം ഇങ്ങനെ അങ്ങ് പൊക്കോളും. ഇത് നമ്മുടെ മനസ്സിലിങ്ങനെ സാത്താൻ വെച്ച് കഴിഞ്ഞ് ഇനി അത് നമ്മൾ ബോധപൂർവ്വം എടുത്ത് കളയണമുള്ള മാർഗം എന്നാണെന്നറിയാവോ? ഇനി സമയമില്ല. ഓരോ ദിവസവും ജപമാല ചെല്ലുന്നത് പോലെ കൊന്ത കൈ പിടിച്ചിട്ടാണേലും വേണ്ടിയല്ല പറഞ്ഞ്, ഇനി സമയമില്ല, ഇനി സമയമില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നതോ ദൈവത്തിന് കുറേ പേരെയും കൂടെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി കരുണയോടെ തന്നിരിക്കുന്നതാണ്.
കരുണയോടെ തന്നിരിക്കുന്ന കരുണയുടെ മണിക്കൂറിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇനിയും സമയം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കണ്ട. വരുത്തുന്നില്ല. കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതൊന്ന് ഉറക്കം വായിക്കുന്നു കൊടുത്തേ. ആ വചനം ദേവിച്ചേട്ടൻ പെട്ടെന്ന് വചനം എടുത്ത് വായിച്ചു. പെട്ടെന്നൊന്ന് വായിച്ചു. അത് എന്തിനാണ്? സമയമില്ല, പക്ഷേ സമയം നമുക്കിപ്പോൾ ദൈവം തരുവാണ്. സമയം കഴിഞ്ഞതാണ്, കഴിഞ്ഞ സമയമാണ്. പക്ഷേ നമ്മൾ കുറേ പേരെയും കൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടി തമ്മിൽ സമയം തരുവാണ്. ബൈബിൾ എഴുതിയിട്ടുണ്ടത്. കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മതി. കർത്താവ് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുവാണ്, കള്ളനെ പോലെ. ആര് വരും? ആര് വരും? കർത്താവ് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1:7 കിട്ടിയോ? 2 തിമോത്തി അധ്യായം 3:1-7 അതിപ്രകാരമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഷെയ്ക്കാറ്റും കൂടെ കൊടുത്തേ എല്ലാവർക്കും. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. മനസ്സിലാകുന്നുണ്ടോയെന്ന് ചോദിച്ചേ. ഉണ്ടെന്നാണോ പറഞ്ഞേ? മനസ്സിലാക്കിക്കൊള്ളുക. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അത് അംഗീകരിച്ചേ പറ്റൂ. ഇപ്പം നല്ല സുഖകരമായ കാലമാണോ? അല്ല. ക്ലേശപൂർണമായ നാളുകൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. എന്തൊക്കെയാണ് അടയാളം? സ്വാർത്ഥത, ധനമോഹം, അഹങ്കാരം, ഗർഭിഷ്ഠ, ദൈവദൂഷകര്, മാതാപിതാക്കളെ അനുസരിക്കാത്തവര്, കൃതജ്ഞര്, വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യര് ഉണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരും ആയിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അവരിൽ ചിലർ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലകളും പാവങ്ങൾ ചെയ്ത് കൂട്ടിയവരും വിഷയാശക്തിയാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ വശപ്പെടുത്തുന്നു. ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ്. ആ വചനം ഒന്ന് സ്ത്രീകൾ മാത്രം ഏറ്റു പറഞ്ഞേ. ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ്. എന്നാൽ സത്യത്തെ പറ്റിയുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിവില്ല. എന്നോടൊരിക്കലും ഒരു പെൺകുട്ടി പറഞ്ഞു, എൻ്റെ ബോയ് ഫ്രണ്ട് എന്നോട് പറയുന്നത്, നിൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് നീയാണോ, നിൻ്റെ അപ്പനാണോ, നിൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചു വന്നു. നിൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് നിൻ്റെ ഭർത്താവ് ആരായിരിക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടത് നീയാണോ, നിൻ്റെ അപ്പനാണോ, നിൻ്റെ അമ്മയാണോ എന്ന്. കണ്ടോ? അപ്പോൾ ശരിയല്ല, അവളുടെ മനസ്സിലേക്ക് അത് തോന്നി. ശരിയാണല്ലോ, എൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കേണ്ടത് ആരാ? ഞാനല്ലേ. അതുകൊണ്ട് അപ്പനും അമ്മയും പറയുന്നു ഞാൻ അനുസരിക്കുന്നില്ല എന്ന് അന്ന് ഞാൻ തീരുമാനമെടുത്താന്ന്. സാത്താൻ ജയിച്ചോ? ജയിച്ചു. അതുകൊണ്ടാണ് ഈ വചനം. എന്താണ് ആ വചനം? ഈ സ്ത്രീകൾ യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചും ദൈവീയ കാര്യങ്ങളെക്കുറിച്ചും ജ്ഞാനമില്ലെങ്കിൽ ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും പുറകെ ഇങ്ങനെ നടക്കുക. ആര് പറയുന്നത് ശരിയാണ്, എല്ലാം ശരിയാണ്, ശരിയും തെറ്റും തിരിച്ചറിയാൻ മേലാതെ ആരെന്ത് പറഞ്ഞാലും അതെല്ലാം ശരിയായിട്ട് സ്വീകരിക്കുക. ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സത്യത്തെ പറ്റിയുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിവില്ല. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക്
കഴിവില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അത് പറയേണ്ടവരോട് പറയുക. കുട്ടികളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, കുട്ടികളെപ്പോഴും അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും വളരെ ഓപ്പണായിട്ട് ആദ്യം തന്നെ ആരോട് പറയണം? മാതാപിതാക്കളോട് പറയണം. മാതാപിതാക്കളോട് പറയണം. ജീവിത പങ്കാളിയാണെങ്കിൽ എന്ത് പറയണം? ഇന്നിങ്ങനെ ഒരാൾ ഇവിടെ വന്നു, ഇന്ന പോലെ ഇന്ന കാര്യം പറഞ്ഞു, ഇന്നത് ആവശ്യപ്പെട്ടു. അവസാനം ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ തെറ്റിനെ മറച്ചു വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയല്ല. ജീവിത പങ്കാളിയോട് തുറന്ന് സംസാരിക്കണം. അങ്ങനെയൊക്കെ സത്യം എന്താണ്, പിശാചിൻ്റെ വഞ്ചനയോ സൂത്രങ്ങളോ ചതിവോ ഒക്കെ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. വലത്തേർ ഉയർത്തി പറഞ്ഞു ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. 4 നുണയാ, പിശാചിൻ്റെ 4 നുണയാ നമ്മൾ പൊളിച്ചെടുത്തത്. ഏതൊക്കെയാ 4? ഒന്ന്, പ്രാർത്ഥിക്കണ്ട, നീ രോഗിയാണ്, നീ ക്ഷീണിതനാണ്, അത് വേറൊരു വശം. പിന്നെ നീ ഇത്രയും കഴിവും വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, ഒരു കാരണവശാലും പ്രാർത്ഥിച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെ പിന്നെ രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ നല്ലവനല്ല, നീ കൊള്ളില്ല, നീ ശരിയല്ല. ആ ഒരു ചിന്ത അതിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത പോലെ കുറ്റബോധം കൊണ്ടും തന്നിരിക്കുന്ന ഒരവസ്ഥ. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് ബൈബിളിൽ അങ്ങനെയൊക്കെ പറയും, ക്രിസ്തുവിൻ്റെ 2ാം വരവെന്നും ആ വരവെന്നും ഈ വരവെന്നൊക്കെ പറയും. പക്ഷെ നീ അതൊന്നും കേൾക്കണ്ട, നിനക്കിനി സമയം ഉണ്ട്, നിനക്കിനിയും സമയമുണ്ട്. ഇപ്പം നന്നായിട്ട് കുമ്പസാരിക്കൊന്നും വേണ്ട, മദ്യപാനമൊന്നും നിർത്തണ്ട, ഈ അവിഹിത ബന്ധങ്ങളൊന്നും ഉപേക്ഷിക്കണ്ട, നീ ഇപ്പം ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അങ്ങനെ അവർ പലതും പറയും, നീ അതൊന്നും കേൾക്കണ്ട. നീ കേൾക്കേണ്ടത് ആര് പറയുന്നതാണ്? ഞാൻ പറയുന്നത് നീ കേൾക്കാവുള്ളൂ. അതാണ് മൂന്നാമത്തെ നുണ, അല്ലേ? അത് ഇത്രയാണ് ഞാൻ പറഞ്ഞേ. ഇനി സമയമുണ്ട്. പിന്നെ ഇനി 5ാമത്തെ നുണ എന്താണെന്ന് നോക്കാം. 5ാമത്തെ നുണ എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ഒരു കാരണവശാലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, നിൻ്റെ വിധി നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരിക്കലും നിനക്കിനി ഒരു നല്ല മനുഷ്യനാകാൻ പറ്റില്ല. എന്താണ് ആ ചിന്ത? എവിടുന്ന് വരുന്നതാ? നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഗൗരവമേറിയ പാപത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ ആ പാപത്തെക്കുറിച്ച് നമ്മളെ അനുസ്മരിപ്പിച്ചിട്ട് ഓർമ്മപ്പെടുത്തിയിട്ട് പിശാച് പറയുകയാണ്, നീ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലേ? അതുകൊണ്ട് നീ ഒരാളെ കൊന്നിട്ടുണ്ടല്ലോ, നീ വ്യഭിചാരം ചെയ്തിട്ടുണ്ടല്ലോ, നീ സ്ഥിരം മദ്യപാനി ആയിരുന്നല്ലോ, നിനക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരവസ്ഥ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് നിനക്കൊരു കാരണവശാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിനക്കിനി രക്ഷ ഇല്ല. അതുകൊണ്ട് നീ ഇനി നല്ലതാകാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ആ നിത്യരക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ പരിപൂർണമായിട്ട് പിശാച് നമ്മളിൽ നിന്ന് എടുത്ത് കളയുക. സ്വർഗം പഠിപ്പിക്കുന്ന എന്താണ്? അനുദപിക്കുന്ന ഏതൊരു പാപിക്കും രക്ഷയുണ്ട്. 99 ഉപേക്ഷിച്ചിട്ട് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ ആ വലിയ സത്യം മറച്ചു വെച്ചിട്ട് സാത്താൻ പറയും, നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്ക് വന്നു പോയ ചില തെറ്റുകളെ ഓർത്ത് നമ്മളെ ഇങ്ങനെ അതിലങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രത്യാശ എടുത്ത് കളയും. അപ്പോൾ വീണ്ടും മദ്യപിക്കാൻ തോന്നും, വീണ്ടും ആ അവിഹിത ബന്ധത്തിൽ തുടരാൻ തോന്നും. രക്ഷയില്ലെങ്കിൽ പിന്നെ എന്തിനാ, അല്ലേ? രക്ഷപ്പെടാൻ പറ്റത്തില്ല, പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്തുകൂടെ? ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചുകൂടെ? ഏതായാലും ജീവിതം പോയി. അങ്ങനെ ചിന്തിച്ച് അവസാനം ആത്മഹത്യ വരെ നമ്മളെ സാത്താൻ കൊണ്ടുവന്നെത്തിക്കും. അലത്തേരുമരുത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4:1 വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. കണ്ടോ? പിശാചിൻ്റെ പ്രബോധനം, പിശാചിൻ്റെ പഠിപ്പിക്കൽ, പിശാചിൻ്റെ സംസാരം, പിശാചിൻ്റെ ഉപദേശം, ഇതൊക്കെ കേട്ടിട്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ബൈബിളിൽ തന്നെ പറയുവാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജാഗ്രത വേണോ? ജാഗ്രത വേണം. ഈ പറയപ്പെടുന്ന എല്ലാ നുണകളും ഒരു പരിധി വരെ, എനിക്ക് തോന്നുന്നു 90% വരെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുക. ശരിയല്ലേ?
ശരിയല്ലേ? അതെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വെളിപാടിൻ്റെ പുസ്തകം 22:12 നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. പിശാചിനോട് പോരാടി ജയിക്കുന്നവർക്ക് വലിയ സമ്മാനം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സമ്മാനവും കൊണ്ടുവരുന്നു. ഓരോരുത്തർക്കും വചനം പറയുകയാണ്, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. വലത്തുകർ ഉയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ഉണ്ട് വെളിപാടിൻ്റെ പുസ്തകം 22:20 നമ്മളിങ്ങനെ വായിക്കുകയാണ്, അതെ ഞാൻ വേഗം വരുന്നു, ആമേൻ, കർത്താവായ യേശുവേ വരണമേ, കർത്താവായ യേശുവേ വരണമേ. കർത്താവ് വേഗം വരുന്നു എന്നുള്ള ആ സന്ദേശത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ വേഗം വരണമേ. ഹല്ലേലൂയ. കർത്താവേ വേഗം വരണമേ. അതാണ് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സിസ്റ്റർ പങ്കുവച്ചത് 5 കാര്യങ്ങളാണ്. പിശാച് നമ്മളോട് പറയുന്ന 5 നുണകൾ. അത് 5 അല്ല, ഞാൻ കുറച്ചും കൂടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സാധാരണക്കാരായ നമ്മളെ പറ്റിക്കുന്ന ഒരുപാട് നുണകളുടെ സൂത്രങ്ങൾ, കുതന്ത്രങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കിയാലേ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം നമുക്കിത്രയും മതി. ഇനി നമ്മൾ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം തിന്മയുടെ ആ വലിയ സ്വാധീനം നമ്മളെ വിട്ടുപോകുന്ന പിശാചിന് നമ്മുടെ മേൽ അധികാരമില്ല. യേശുക്രിസ്തുവിനാണ് അധികാരം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നോർത്ത് നമ്മൾ കുറ്റബോധത്തിന് അടിമപ്പെടരുത്. എൻ്റെ മേലുള്ള പൂർണ്ണമായ അധികാരം അതാർക്കാണ്? ഈശോയ്ക്കാണ്. അപ്പോൾ ഈശോയുടെ അധികാരം ഉപയോഗിച്ച് ഈശോ നമ്മളെ എല്ലാ പൈശാചിക ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചുകൊള്ളും. ആമേൻ ഹല്ലേലൂയ. ഈശോയാണ് ഈ അൾത്താരയിലേക്ക് വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നള്ളി വരുന്നത്. അപ്പോൾ ഈശോയ്ക്ക് നമ്മളെ തകർക്കുന്ന ഏത് തിന്മയെയും എടുത്തു മാറ്റാൻ പറ്റുമോ? നമ്മുടെ മനസ്സിലുള്ള ഏത് തെറ്റായ ചിന്തകളെയും പിശാചിൻ്റെ ഏത് കെണികളെയും തകർക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു വലിയ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് നമ്മളോട് അച്ഛൻ പറഞ്ഞ പോലെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ഈശോ പറഞ്ഞതുപോലെ നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, അല്ലേ? നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ വായിച്ച വചനം എന്താ? നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പിതാവായ ദൈവത്തെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും തടസ്സമായിട്ട് പിശാചിട്ടിരിക്കുന്ന എല്ലാ കെണികളിൽ നിന്നും നമ്മളെ വിമുക്തരാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.